മുഖത്ത് ഒരുപാട് കുരു ഉണ്ടായിരുന്നു. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു. ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് പറയാം. ഇത്രയാണ് എൻ്റെ ഉള്ളത്. ഹായ്, ഇന്നത്തെ വീഡിയോ ഈസ് റിലേറ്റഡ് ടു എൻ്റെ പിമ്പിൾസ്. മുഖത്ത് ഒരുപാട് കുരു ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കുഞ്ഞായിരുന്ന സമയം, കുഞ്ഞാസിൻ ഒരു 10th ഒക്കെ ആവുന്ന സമയം വരെ എനിക്ക് അങ്ങനെ ഒരുപാട് പിമ്പിൾസ് ഒന്നും ഉള്ള ഒരു നേച്ചർ ആയിരുന്നില്ല മുഖത്ത്. അങ്ങനെ ഒത്തിരി പിമ്പിൾസ് ഒന്നും വന്നിട്ട് ഭയങ്കര സീനായിട്ടിരിക്കുന്ന അങ്ങനത്തെ മുഖമൊന്നും ആയിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഇല്ലായിരുന്നു. ഒരു കോവിഡ് ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ആൾക്കാരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് പിമ്പിൾസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കളിയാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അന്നത്തെ സമയം അറിയാമല്ലോ, നമുക്ക് അധികം ഏജ് ഒന്നുമില്ല, ഭയങ്കര മോശമാണ്. എന്നാലും ഞാനിങ്ങനെ മുഖത്ത് നോക്കി ചിലപ്പോൾ പറയാറൊക്കെ ഉണ്ട്, നെറ്റിയിൽ പിമ്പിൾസ് ഉണ്ടല്ലോ, മുഖം ഫുള്ള് പിമ്പിളാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തത്, എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി. കോവിഡ് ടൈം ആയപ്പോൾ എൻ്റെ ഫേസ് നല്ല പിമ്പിൾസ് വരാൻ തുടങ്ങി. മുഖം മൊത്തം പിമ്പിൾസ് ആയിരുന്നു. ഞാൻ നോക്കട്ടെ, എനിക്ക് ഫോട്ടോ ഇട്ടുവാണെങ്കിൽ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാമേ. അപ്പം ആ സമയത്ത് മുഖം ഫുള്ള് പിമ്പിൾസ് വന്നപ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം റെഡിഷ് കളറിലെ ഭയങ്കര വലിയ പിമ്പിൾസാണ്. അപ്പം എനിക്ക് മുഖം ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ ഒക്കെ നന്നായിട്ട് വേദനിക്കും. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ തൊടുമ്പം അങ്ങനെയൊക്കെ നന്നായിട്ട് വേദനിക്കുമായിരുന്നു. എന്നിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു. ഞാൻ സ്കിൻ ഡോക്ടർ, ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു. എന്നിട്ടൊന്നും ഇതിനൊരു കുറവ് വരുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങ് നല്ല വേദന വരുന്ന, നല്ല ബിഗ് ആൻഡ് റെഡിഷ് കളറിലെ അങ്ങനത്തെ പിമ്പിളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് യൂട്യൂബൊക്കെ നോക്കുന്ന ആളാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ശ്രുതി സത്യം എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരിയുടെ അന്നത്തെ ഒരു ആദ്യത്തെ വീഡിയോ ഉണ്ടായിരുന്നു, ഇങ്ങനെ കടലമാവൊക്കെ ഇട്ട് മുഖം കഴുകുന്ന റൊട്ടീൻ. അത് ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. എന്നാലും കംപ്ലീറ്റ്ലി കുറഞ്ഞില്ല, പക്ഷെ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് ഈ ഹോർമോണൽ ഇംബാലൻസിന്റെ ഇഷ്യൂ കൊണ്ടായിരുന്നായിരിക്കും പിമ്പിൾ ഉണ്ടായത്. ബട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി, നല്ലപോലെ മാറി. പക്ഷെ എന്നാലും പിന്നീട് ഇന്ന് വരെയും എനിക്ക് കണ്ടിന്യൂസ്ലി പിമ്പിൾസ് വരാറുണ്ട്. ഇന്നെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഞാനൊരു ഇതിന്റെ ജേർണി ആണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പൊ നോക്കുന്ന സമയത്ത് എനിക്ക് മുഖത്തങ്ങനെ പിമ്പിൾസ് വരുന്നില്ല. ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പിമ്പിൾസ് വലിയ വലിയ റെഡിഷ് കളർ, അല്ലെ ആക്നെ മാർക്സ് ഉണ്ട് എൻ്റെ മുഖത്ത് ഇവിടെ അവിടെയൊക്കെ ആയിട്ട്. ഞാൻ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് ഇപ്പൊ ഒട്ടും കൺസിസ്റ്റന്റ് അല്ലായിരുന്നു. അപ്പൊ ഞാൻ തുടക്കത്തിൽ കുറച്ച് വീഡിയോസ് ഇട്ടതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എൻ്റെ മുഖത്തൊക്കെ കുരുവുണ്ട്. ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ അതായിരുന്നു. അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എൻ്റെ മുഖം ഫുള്ള് പിമ്പിൾസ് ഉണ്ട്, നല്ല രീതിക്ക് പിമ്പിൾസ് ഉണ്ട്. ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതെന്തൊക്കെയാന്ന് ഞാൻ പറയാം. കാര്യം ഇതേപോലെ ഒരുപാട് യൂട്യൂബ് വ്ളോഗേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഒത്തിരി സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് വർക്ക് ആയത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കിത് മാറണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിക്കുന്ന അതേ സാധനം വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയേ ചെയ്യരുത്. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് ആൾക്കാർക്ക് വർക്കായ കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സിറംസ് ഉണ്ട്. ഇനിഷ്യലി കുറേ സിറംസ് എൻ്റെ ഉണ്ട്, ബട്ട് അതെനിക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയുന്നുണ്ടായില്ല. കാര്യം ഈ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് കാണുന്നത് കൊണ്ട്, വീഡിയോസ് കണ്ട് കുറേ സിറംസ് ഇങ്ങനെ വാരി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് പ്രോപ്പർലി യൂസ് ചെയ്യേണ്ടതെന്ന് ഐ വാസ് നോട്ട് അവെയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാം. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് കെമിസ്റ്റഡ് പ്ലേയുടെ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതെന്റെ നാലാമത്തെ പർച്ചേസ് ആണിത്. നാലാമത്തെ പർച്ചേസ് ആണ് ഇത്. യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു വ്യത്യാസം. ഈ ഫേസ് വാഷ് ഞാൻ മാറ്റി ഞാൻ വേറെ ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നോക്കുന്നോ അപ്പം എൻ്റെ മുഖത്ത് പിമ്പിൾ വരും. സീരിയസ്ലി ഗൈസ്, ഞാൻ സീരിയസ് ആയിട്ട് പറയുക. കാര്യം അതിന് എക്സാമ്പിൾ ഉണ്ട്. ഞാൻ 2 ദിവസം മുന്നേ വരെ കണ്ടിന്യൂസ്ലി ഒരു 2-3 months ആയിട്ട് ചിലപ്പം ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ 2 ദിവസം മുന്നേ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയത് ഇത് കണ്ടോ. ഞാൻ പറയുന്നത് എൻ്റെ മുഖത്ത് ഇത് യൂസ് ചെയ്തതിന് ശേഷം പിമ്പിൾസ് വന്നിട്ടില്ല.
എൻ്റെ അനിയത്തിയുടെ ഈ പറഞ്ഞ പോലെ ഫോർഹെഡ് ഫുള്ള് അവളുടെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിത് യൂസ് ചെയ്യാൻ പറഞ്ഞു. അവൾ ആദ്യം യൂസ് ചെയ്തപ്പം കുറച്ചതൊന്ന് കൂടിയെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡക്റ്റ് വർക്ക് ആവുന്നതിൻ്റെ ഒരു സൈനാണ് ആദ്യം അത് കൂടി പിന്നെ കുറയുള്ളൂ. അപ്പോൾ അവൾ ഇത് 1-2 ദിവസം യൂസ് ചെയ്തപ്പോൾ ഫസ്റ്റ് യൂസ് എപ്പോഴും ഒരു തവണ ഞാൻ കൊടുത്തപ്പോൾ അവൾക്ക് പിമ്പിൾസ് കൂടിയാണ് അവൾ യൂസ് ചെയ്തിട്ടില്ലത്. അത് ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഞാനിത് കൊടുത്തു. അവൾ ഒരു ദിവസം യൂസ് ചെയ്തു, 2 ദിവസം അപ്പോഴും ചെറുതായിട്ട് കൂടി. ഞാൻ പറഞ്ഞു ഒന്ന് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യും. 2-3 ദിവസമായപ്പോൾ കുറയുന്നു. അപ്പോൾ ഒരു ചേഞ്ച് വരുന്നുണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പം അവൾ എന്നിട്ട് ഇത് വാങ്ങിച്ചു, അവളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അവളുടെ പിമ്പിൾസിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു ലൈഫ് സേവർ പ്രൊഡക്റ്റ് എന്ന് വേണേൽ പറയാം. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്ത കാര്യം പിന്നെ പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ആവണി, പുള്ളിക്കാരി സജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 to 5 years ആയിട്ട് തീരുമ്പോൾ ഞാൻ റീപർച്ചേസ് ചെയ്യുന്ന ഒരു ഓയിൻമെൻ്റ് ആണ് അഡക്ടാലിൻ ആൻഡ് ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ജെൽ ഫേസ് ക്ലീൻ എന്ന് പറയും. ഇതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പിമ്പിളല്ലേ ഉള്ളൂ, ഇത് ഞാൻ ഇന്നിട്ട് ഒരു 2 ദിവസം ഇടുമ്പോൾ ഇത് മാറും, മനസ്സിലായോ? ഇതും ഇത് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള കാര്യം. ഞാൻ ആ സമയത്ത് നമ്മൾ ക്ലിൻമി സ്കിന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കുറേ ഓയിൻമെന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കി, ഒരുപാട് യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നും എൻ്റെ മുഖത്തൊന്നും മാറിയിട്ടില്ല. പിന്നെ ഇനി എൻ്റെ ഡയറ്റിലൊരു മെയിൻ ചേഞ്ച് വരുത്തിയത് ഷുഗർ ഭയങ്കര കുറച്ചാണ് കഴിക്കുന്നത്. ഷുഗർ കഴിച്ചാലും എനിക്ക് ഇതേപോലെ പിമ്പിൾസ് വരും. ഡിപ്പെൻസ് ആണ്, ചിലപ്പോൾ ഷുഗർ നല്ലപോലെ കഴിക്കുന്ന ആൾക്കാർക്ക് പിമ്പിൾസ് ഇല്ലാത്തവരെ എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഷുഗർ കഴിച്ചാൽ പിമ്പിൾസ് വരുന്ന ആളാണ് ഞാൻ. അപ്പം അതും ഒരു കുറച്ചൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പാട് വന്ന സമയത്ത് പാടിന്റെ വീഡിയോ, ആ പറഞ്ഞ യൂട്യൂബ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മുഖത്ത് ഇവിടെ ഫുള്ള് പാടായിരുന്നു. എന്നുവെച്ചാൽ പിമ്പിള് വന്ന് പോയിട്ട് പാടാ സ്കാർസ് പോകണമെങ്കിൽ നല്ല ടൈം എടുക്കും. അപ്പം അതിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ഓയിൻമെൻ്റ് ആണ് കോൺട്രാക്റ്റുബെക്സ് എന്ന് പറയുന്നിട്ട് ഒരു ഓയിൻമെൻറ്റ്. ഇത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. ലൈക്ക് ഈ സൈഡ് നിങ്ങൾക്ക് കണ്ടറിയാം. ഇനി ഈ ഒരു മാർക്കല്ലാണ്ട് ഇതൊക്കെ എൻ്റെ ഇവിടെ ഈ 2 മാർക്കല്ലാണ്ട് എൻ്റെ മുഖത്ത് ഇനി മാർക്സ് ഇല്ല. ഇത് കണ്ടോ, ഇത് ഫുള്ള് ഇവിടുത്തെ ക്ലിയർ ആയി. നെറ്റിയിട്ട് ഇവിടെ എനിക്കൊരു നല്ല പാടുണ്ടായിരുന്നു, അത് പോയി. എൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു ഇവിടെ, ദേ കണ്ടോ, അവിടെ ഞാൻ ഇട്ടിട്ട് അതിന് നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി നമ്മളുടെ ഈ സാധാരണ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഫേസ് വാഷ്, സീറംസ്, അതുപോലല്ല, ഓയിൻമെന്റ്സ് ആണ്. ഇഫ് യു വിഷ് ടു ഹാവ് ദിസ് ബൈ വൺ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ആക്ച്വലി ഇറ്റ് റിയലി വർക്ക്സ് ഫോർ മീ. പിന്നെ എനിക്ക് ഭയങ്കര വലിയൊരു സംശയമായിരുന്നു. എൻ്റെ കയ്യിൽ ദീസ് മച്ച് ഓഫ് സിറംസ് ഉണ്ടായിരുന്നു, എല്ലാം മിനിമലിസ്റ്റ് ആണ്. എനിക്കറിയില്ല, വർഷങ്ങളായിട്ട് വർഷങ്ങൾ എന്ന് വെച്ചാൽ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, ഒരു എത്ര 6-7 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാ സീറംസും യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല കേട്ടോ. ഞാൻ മിനിമലിസ്റ്റിൻ്റെ സീറംസ് പലത്, ഇപ്പം വൈറ്റമിൻ സി, ഹൈലറോണിക്, പിന്നെന്താ ആൽഫ ആർബിറ്റിൻ, നയസിനമൈഡ്, ഇതൊക്കെ ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. റെറ്റിനോൾ ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ഏജായി വരുന്നുണ്ട്, ഇപ്പം എനിക്ക് 27 years ഉണ്ട്. അപ്പോൾ ഒക്കെ ആയപ്പോൾ ഞാൻ റെറ്റിനോൾ പയ്യെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു മിനിമൽ പെർസെൻറ്റേജ് 0.3% ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ അങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് ഇത്രയും സിറംസ് ഉണ്ടല്ലോ, ആൻഡ് എൻ്റെ കയ്യിൽ ഒരു സിറം കൂടെ ഉണ്ട്, ഞാൻ എടുത്തില്ല, ഞാൻ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഞാൻ സിറം എടുക്കാൻ ഓടിപ്പോയതാണ്. അപ്പം ഇത്രയും സിറംസ്, ഇത് വർഷങ്ങളായിട്ടല്ല, ഇപ്പം എൻ്റെ കയ്യിലുള്ള സിറംസ് ആണ് ഇത്രയും. അപ്പം ഇതിൽ ഒരൊറ്റ ഒരെണ്ണം മാത്രം സെൻറ്റർലയുടെ ബ്രൈറ്റനിങ് ക്യാപ്സ്യൂൾ ആമ്പിൾ ഉള്ള ഒരു സിറം ഉണ്ട്. ഇത് ഭയങ്കര വൈറലായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കിത് അത്ര വർക്കായിട്ടില്ല. ഇത് ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞതാ. ഇത് ഇട്ടിട്ട് ഭയങ്കരമായിട്ടല്ല, എന്നാലും ചെറുതായിട്ട് എനിക്ക് വൈറ്റ് കളറിലെ കൊമിഡോൺസ് ആണെന്ന് തോന്നുന്നു, ആക്നെ എനിക്ക് വരാറുണ്ട് ഇതിട്ടിട്ട്. അതുകൊണ്ട് ഞാനിത്
വല്ലപ്പോഴും, ഇത് ഒരുപാട് നാളായിട്ട് എൻ്റെ ഉള്ളത്, ഒരുപാട് നാളായിട്ട് വല്ലപ്പോഴും ഇങ്ങനെ എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ ഇടും. പക്ഷെ അപ്പൊ ഒക്കെ എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സാധനം വരും. പിന്നെ ഞാൻ ഇതൊക്കെ എൻ്റെ ഓയിൻമെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതങ്ങനെ വലുതായിട്ടൊന്നും വരാറില്ല, അതങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇതുകൊണ്ട് വലിയ യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പരിപാടി ആസിഡ് നമ്മുടെ വിജയ് സി എം ആയ സമയത്ത്, കാര്യം റെക്കോർഡിംഗ് ആണോ അത് പെട്ടെന്ന് നോക്കിയത്, കാര്യം ഇത്രയും സംസാരിച്ച് റെക്കോർഡിംഗ് ആയില്ലെങ്കിലോ. വിജയ് സി എം ആയ സമയത്ത് വിജയെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിലത്ത് പോയി കുറേ നേരം നിന്ന് ഫുൾ ടാൻഡ് ആയിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് റിമൂവ് ആവാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സീരിയസ്ലി ദാറ്റ് ഈസ് റൈറ്റ്. ബട്ട് ഇതല്ലാതെ വേറെ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് തന്നെ അല്ലാണ്ട് എനിക്കിത് വലിയൊരു യൂസ് ഉള്ളതായിട്ട് തോന്നില്ല. ഇത് അത്ര മസ്റ്റ് ഹാവ് ഒന്നുമല്ല. ഇതേപോലെ തന്നെ ഒരു സാധനമായിരുന്നു സ്നെയിൽ മ്യൂസിൻ, കോസ്ട്രെക്സിന്റെ സ്നെയിൽ മ്യൂസിൻ. എല്ലാവരും യൂസ് ചെയ്തിട്ട് ഭയങ്കര കിടിലം എന്ന് പറഞ്ഞാൽ, പക്ഷെ എനിക്കത് വർക്കായതേ ഇല്ല. എനിക്ക് മുഖത്തൊക്കെ പിമ്പിൾസ് വരാൻ തുടങ്ങി, വർക്ക് ആയതില്ല. അതേപോലെ തന്നെ ന്യൂട്രിഡേമിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന, വൈറ്റമിൻ ഇ. അതും എനിക്ക് വർക്ക് ആയിട്ടില്ല. അത് പിമ്പിൾസ് വന്നിട്ടില്ല, ബട്ട് എൻ്റെ അത്ര ഡ്രൈ സ്കിന്നൊന്നുമല്ല, ബട്ട് നല്ല ഡ്രൈ ആവുന്നു, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഏതൊക്കെ സീറംസ് ആണോ ഉള്ളത്, അറ്റ്ലീസ്റ്റ് സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ് അത് വാങ്ങിക്കാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് അത് വെച്ചിട്ട് ഞാൻ ChatGPTയോട്, എൻ്റെ ഉള്ളത് ഇപ്പം ആൽഫ ആർബ്യൂട്ടിൻ, നയാസിനമൈഡ്, റെറ്റിനോൾ, സാലിസിലിക് ആസിഡ്, ഇത്രയാണ് എൻ്റെ ഉള്ളത്. മറ്റേ ഞാൻ മോർണിംഗിൽ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു റെഗുലർ യൂസിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഇത്രയും സാധനം ഞാൻ ChatGPTക്ക് കൊടുത്തിട്ട് അവരോട് ഞാൻ പറഞ്ഞു എനിക്കൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്ത് തരണം. ആൻഡ് ഞാൻ ഇടയ്ക്ക് പീലിംഗ് മാസ്ക് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പം അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്കൊരു റുട്ടീൻ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ആ മുഖത്ത് ഭയങ്കര പിമ്പിൾസ് ആയിരുന്ന സമയത്താണ് ഞാൻ ഈ പ്രോസസ്സ് ചെയ്തത്. എനിക്ക് അവരൊരു PDF എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. അപ്പം അന്നോട്ട് ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്ത് ഇന്ന് വരെ എനിക്ക് നല്ല രീതിക്കേ വർക്ക് ആയിട്ടുള്ളൂ. അപ്പം എൻ്റെ ഒരു റുട്ടീൻ ഞാൻ പറഞ്ഞുതരാം. 2 വീക്സ് ഇരിക്കുമ്പോഴാണ് ഞാൻ പീൽ ചെയ്യുന്നത് മുഖം, 2 വീക്സ്. അപ്പം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ, ഇപ്പം ഇന്ന് ഞാൻ പീൽ ഓഫ് ചെയ്യുന്ന വെച്ചോ, നാളെ അപ്പം ഞാൻ നയാസിനമൈഡ് യൂസ് ചെയ്യും, പിന്നെ ആൽഫ ആർബ്യൂട്ടിൻ യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും സാലിസിലിക് ആസിഡ്, റെറ്റിനോള് യൂസ് ചെയ്യും. ഇത് കറങ്ങി വരും. എന്ന് വെച്ചാൽ നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സാലിസിലിക് ആസിഡോ റെറ്റിനോളോ മുഖത്ത് ഉപയോഗിച്ചുവിടാം, അത് വേറെ പ്രശ്നം വരും. സോ ഞാൻ ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. നയാസിനമൈഡ്, ആൽഫ ആർബ്യൂട്ടിൻ, സാലിസിലിക് ആസിഡ് ആൻഡ് റെറ്റിനോൾ. ഇത് ഇങ്ങനെ കറങ്ങി വരും. അപ്പം റെറ്റിനോൾ ഞാൻ യൂസ് ചെയ്ത് നിർത്തി, നാളെ പീൽ ഓഫ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ വീണ്ടും നയാസിനമൈഡ് യൂസ് ചെയ്ത് ആൽഫ ആർബ്യൂട്ടിൻ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ പീലിംഗ് മാസ്ക് എടുത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ യൂസസ് കൂടെ പറയാം. ഇപ്പം നയാസിനമൈഡ് ആണെങ്കിൽ ഇടുന്ന സമയത്ത് നമുക്ക് ഫേസിലുള്ള ഒട്ടുമിക്ക എല്ലാ സാധനത്തിനും നല്ലതാണ്. ലൈക്ക് ഇപ്പം ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, കോമിഡോൺസ്, ആക്നെ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അങ്ങനെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നയാസിനമൈഡ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ അറിയുന്നില്ലെന്നേ ഉണ്ടായിരിക്കത്തുള്ളൂ, ബട്ട് ഒരു പരിധി വരെ ഇത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സാലിസിലിക് ആസിഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം സാലിസിലിക് ആസിഡ് ഒരു ഡ്രോപ്പ് എടുത്ത് ഇവിടെ നിങ്ങൾക്ക് പിമ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താൽ നാളെ അത് മാറും. എനിക്ക് വർക്കായ സാധനമാണ്, എനിക്ക് സീരിയസ്ലി എനിക്ക് വർക്കായ സാധനം. നേരത്തെ ഇങ്ങനെ എടുത്ത് മൊത്തമൊക്കെ ആക്കുന്ന സമയത്ത് അത്ര അങ്ങോട്ട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ആദ്യമൊന്നും എനിക്ക് സാലിസിലിക് ആസിഡ് തീരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പിന്നെ ഈ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 years ആയിട്ടാണ് തോന്നുന്നു ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സൂപ്പറാണ്. നെക്സ്റ്റ് വൺ റെറ്റിനോൾ ചെറിയ ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ ഏജ്ഡ് ആവാറാവുന്നത് കൊണ്ട് യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. മാസത്തിൽ തന്നെ മാസത്തിൽ 1-2 വട്ടം യൂസ് ചെയ്യുള്ളൂ. പിന്നെ ആൽഫ ആർബ്യൂട്ടിൻ ദിസ് ഈസ് ഓൾസോ എ ഗുഡ് പ്രോഡക്റ്റ്. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പണി എടുക്കുന്നതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കുന്നത്. സോ മൈ ലാപ്ടോപ്പ് ഈസ് ഹിയർ. നെക്സ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ട് 8 മണിക്ക്, അപ്പം അതിനുള്ളിൽ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പം
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽഫ ആർബ്യൂട്ടിൻ. ആൽഫ ആർബ്യൂട്ടിൻ ഒരു കോൾ വരുന്നു, ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു കോൾ വന്നതാണ്. അപ്പം ആൽഫ ആർബ്യൂട്ടിനും ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് ഈ പിമ്പിൾസ് വന്നിട്ട് ഉള്ള മാർക്സ് ആൻഡ് സ്കാർസ് എല്ലാം പോവും, കുറച്ച് ടൈം എടുത്ത് പോവും. പക്ഷെ ഞാൻ ഇത്രയും പ്രൊഡക്ട്സിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ വർക്ക് ആവണമല്ലോ. നമ്മൾ ലോങ് ടേം യൂസിൽ ഇതെല്ലാം വർക്ക് ചെയ്യാം. സാലിസിലിക് ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ മുഖത്തെ ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോകും. റെറ്റിനോൾ ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ ലൈൻസ് പോകുന്നൊക്കെ പറയുന്നത് എനിക്ക് വരാത്തതുകൊണ്ട് അറിയത്തില്ല. ആൽഫ ആർബ്യൂട്ടിൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മാർക്സ് ഒക്കെ പോകും. പക്ഷെ ഇതൊക്കെ ഒരു ലോങ് ടേം പ്രൊസീജിയർ പോലെയാണ്, നമ്മൾ കുറേ നാൾ യൂസ് ചെയ്താലേ വരത്തുള്ളൂ. അപ്പം അതിന് ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ രണ്ട് ഓയിൻമെന്റ്സ് കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം പിമ്പിൾ ഇതുകൂടെ ഇട്ട് കഴിയുമ്പോൾ പിമ്പിൾ പെട്ടെന്ന് പോവും, ആൻഡ് ഇത് യൂസ് ചെയ്യുമ്പം മാർക്സ് പെട്ടെന്ന് പോവും, അങ്ങനെയൊക്കെ. അപ്പം ഇതാണ് എൻ്റെ ഒരു ആക്നെ ജേണി. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സിറംസ് നിങ്ങൾ വാങ്ങിക്കണം ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഉള്ള സിറംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ChatGPT എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF ആക്കി തരും, ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്ത് തരും, നിങ്ങൾ എന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അതിനനുസരിച്ച് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്യൂസ് പറഞ്ഞാൽ, കാര്യം ഈ പറഞ്ഞ യൂട്യൂബ് ബ്ലോഗേഴ്സോ അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാനിരിക്കുന്ന ഡോക്ടേഴ്സ് അല്ലാതെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്കിൻ ടൈപ്പ് വെച്ച് ആ ഒരു എക്സ്പീരിയൻസിൽ കാര്യം പറഞ്ഞു തരുന്ന ആൾക്കാർ അവരുടെ സ്കിൻ അല്ല നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാ ആൾക്കാരുടെയും സ്കിൻ ടൈപ്പ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഒരാൾക്ക് വർക്ക് ചെയ്യുന്നത് മറ്റേ ആൾക്ക് വർക്ക് ചെയ്യണം എന്നില്ല. സോ എൻ്റെ റുട്ടീൻ ഞാൻ വേറൊരു യൂട്യൂബർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു തന്നിട്ടോ അല്ല ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ സ്വന്തമായിട്ടാണ് കണ്ടുപിടിച്ചത്. സോ ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. അത് ഇടാൻ തയ്യാറാണ്. ഇപ്പം ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നല്ലോ. അപ്പം ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും എന്തായാലും സെറ്റാവാതിരിക്കത്തില്ല. പിമ്പിൾസ് നല്ല രീതിക്ക് കുറയും. ആൻഡ് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. ഈ പറയുന്ന ഓയിൻമെൻറ്റ്സ് ഇല്ലെങ്കിലും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക, നയാസിനമൈഡ് യൂസ് ചെയ്യുക. അപ്പം തന്നെ ഒരു നല്ലൊരു ചേഞ്ച് വരും. വരണം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോണ്ടന്റ് ഈസ് റിലേറ്റഡ് ടു മൈ പിമ്പിൾ ജേർണി. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വശത്തുനിന്ന് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ഇടുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും, ഉറപ്പായിട്ടും പറഞ്ഞുതരും. അപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ ബ്യൂട്ടി വ്ളോഗ്സൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ റെഗുലർ അഡ്വൈസസ് കൊടുക്കാറുണ്ട്. അഡ്വൈസ് ഒന്നും ഞാൻ പറയുന്നില്ല, ഇത് കുളിച്ച് കഴിഞ്ഞാൽ ഉടൻ ടോണർ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, ഇതൊക്കെ ഞാൻ പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ. അപ്പം ഓക്കെ, അതാണ് ഈ വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഫർദറായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. വേണ്ട എല്ലാം ചെയ്തോളൂ. അപ്പം ശരി, ഓക്കെ, ബൈ.